ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല 2 പച്ച മാങ്ങ കിട്ടി. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തുറമാങ്ങ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ വന്നത് കേട്ടോ. അപ്പോൾ തുറമാങ്ങ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പറയാമെന്ന് അറിയില്ല. മനസ്സിലാവാത്ത ആൾക്കാർ ലാസ്റ്റ് ഒരു കണ്ടു നോക്കട്ടെ എന്താ ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമാങ്ങ എടുത്തിട്ട് അതിലൊരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ആ വെള്ളം നല്ലോണം തിളപ്പിച്ച് മാങ്ങ ഒരു മിനിറ്റ് ഒരു 10-50 സെക്കൻഡ് ഞാൻ അതിൽ തിളപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് മാങ്ങയുടെ കളർ പച്ച മാങ്ങയുടെ കളർ ഇങ്ങനെ ഒരു യെല്ലോ കളറിലേക്ക് മാറി. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് തിന്നാൻ തോന്നും, കാരണം നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു കത്തി എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് അതിന് കണക്ഷൻ പോകരുത്, ഒരു 1/4 ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വീട്ടിൽ വേറെ കത്തിയൊന്നും ഇല്ലേന്ന്. കാരണം എൻ്റെ കത്തിക്ക് ഒട്ടും മൂർച്ചയില്ലായിരുന്നു, ഡെയിലി യൂസ് ചെയ്യുന്ന കത്തി ഞാൻ കാണുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഒരു മാങ്ങ മുറിക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇതിപ്പോൾ പഴുത്ത മാങ്ങ പോലെയായി ഏകദേശം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു പച്ചമാങ്ങയുടെ ആ ഒരു ടഫില്ല നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും. നല്ലൊരു അത്യാവശ്യം സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതിൽ നല്ലോണം ഉപ്പിട്ടത് കൊണ്ട് തൊലിയിലൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ടായിരുന്നു. അപ്പം 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഫില്ല് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ മാങ്ങ കിട്ടിയപ്പോൾ വെറൈറ്റി ആയിട്ട് എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വന്നൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഈ തുറമാങ്ങയുടെ പിന്നിൽ കുറേ കഥകളുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം കിട്ടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തു. ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചെടുത്താണ് കേട്ടോ, ഇത് പൊടിയുപ്പല്ല, കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ്. ബെറ്റർ ഇതുപോലെ പൊടിച്ചെടുത്ത പൊടി ടൈപ്പുള്ള ഉപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും. കല്ലുപ്പാകുമ്പോൾ ഇതിൽ അങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതിന് ശേഷം ഞാനിത് എല്ലാ സൈഡിലും തേച്ച് കൊടുത്ത്, മാക്സിമം ഉപ്പായാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് ഉപ്പ് കൊടുക്കാം. കാരണം പുളി ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക, ഉപ്പ് അത്ര ഫീൽ ചെയ്യില്ല എത്ര കൊടുത്തു കഴിഞ്ഞാലും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടിയൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിലോട്ട് നല്ലോണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ എനിക്കിത് ഉപ്പും കൂടി തിന്നാൻ തോന്നും. അങ്ങനെ ഒരു സാധനമാണല്ലേ മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിരിക്കും. ഇപ്പം ഞാനിത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ വായിൽ നിന്ന് ചിലപ്പോൾ വെള്ളം വരുന്നുണ്ടാവും. അതങ്ങനെയാണ് മാങ്ങ അല്ലെങ്കിൽ ലെമൺ, പുളി, ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീല് വരും. അങ്ങനെ വരണമല്ലോ. അപ്പോൾ അതിനുശേഷം ഞാൻ നല്ലോണം ഫുള്ള് 2 മാങ്ങ ഞാൻ എടുത്തുള്ളൂ. ഒന്നാമത് ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണ് കേട്ടോ. ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, വെയിലത്ത് വെച്ച് ഉണക്കാൻ പോകാം. അങ്ങനെ ഞാനും എൻ്റെ ചോട്ടാപ്പായും കൂടി വെയിലും തേടി ഇറങ്ങി കേട്ടോ. എൻ്റെ മുറ്റത്തന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ നല്ല വേനൽക്കാലം ആയിരുന്നല്ലോ, വേനൽക്കാലത്താണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് മഴയത്ത് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ബായിയും കൂടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നല്ലോണം ഇത് വെയിലത്തൊരു പേപ്പറൊക്കെ വിരിച്ച് വെയിലുള്ള സ്ഥലം നോക്കി ഉണക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ കൂടുതൽ അത് തുറന്ന് വെക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ അധികം തുറന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സെറ്റാക്കി വെച്ചു. പൊസിഷൻ മാറി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, വെയിലുള്ള സ്ഥലം. ഞാൻ ഇത് പൊത്തി വെച്ചിട്ടുണ്ട്. എന്താ അറിയോ, വല്ല കാക്കയോ വല്ല സാധനങ്ങളോ വന്നാലോ. ഇതിപ്പോൾ അങ്ങനെ സെറ്റ് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. കാണുമ്പോൾ എനിക്ക് തിന്നാനും തോന്നുന്നുണ്ട്, അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതും ഒന്ന് വാടിയിട്ടുണ്ട്, ഉണങ്ങിയെന്നൊന്നും പറയാനായിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും എടുത്തിട്ട് ഉള്ളിൽ വെക്കാം. ഇനി നാളെ ഒരു ഫുൾ വെയിൽ ചിലപ്പോൾ അപ്പോൾ ഇന്ന് തുറമാങ്ങയുടെ 2nd ഡേ ആണ്. എനിക്കിത് ഇന്നും കൂടെ ഉണക്കിയെടുക്കാൻ, എന്നിട്ടാണ് ഞാനിതിൽ മസാലയൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ട, നല്ല കാറ്റും മഴയും, സൂര്യൻ്റെ ഒരു കണിക പോലുമില്ല. സാധാരണ ചൂടെടുത്തിട്ട് നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എൻ്റെ തുറമാങ്ങ നോക്കിയേ, ഇപ്പോൾ ഇതിനെ എനിക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. തുറമാങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വെയിലാണെങ്കിൽ കുറച്ച് വെയിൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് ഇടാന്നുള്ള പ്ലാനിലാണ്. കാരണം ഇവിടെ ഇന്ന് വെയിൽ വരും തോന്നുന്നില്ല, ഡെയിലി ചൂടെടുത്ത് പൊരിഞ്ഞ് ചാവുന്ന അവസ്ഥയിലാണ്. ഇന്ന് ഞാനൊരു തുറമാങ്ങ ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോഴേ ഇവിടെ വെയിലും ഇല്ല, ഒന്നുമില്ല, മഴക്കാർ മാത്രം. അങ്ങനെ ഞാൻ ക്യാമറയും പൊത്തിപ്പിടിച്ച് പോയിട്ടോ ടെറസിൻ്റെ മുകളിലോട്ട്. അപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ വയൽ സൈഡ് ആയതുകൊണ്ട് കുറച്ച് കാണാനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിച്ചു തരാനേ. അപ്പോൾ ഞാൻ ഡോറൊക്കെ തുറന്നിട്ട് അതിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ കുറച്ചൊരു ലൈറ്റിനിങ് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. പക്ഷേ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ഒരു ദിവസം കൂടി ടെറസിൽ വെക്കേണ്ടി വന്നു. ടോട്ടലി ഞാൻ 3 ദിവസം അങ്ങനെ എടുത്തത് ഉണക്കാൻ വേണ്ടിയിട്ട്. നോർമലി ഒരു നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ നമുക്ക് 1 ദിവസം 1.5 ദിവസമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പൊത്തി വെക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെ 2 കോർണറിലൊക്കെ ആക്കി 2 കല്ലൊക്കെ വെച്ച് കൊടുത്ത് പാറിപ്പോണ്ടാന്ന് വിചാരിച്ച്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈവനിങ് ഞാൻ എടുത്തു വെച്ചത് 3ാമത്തെ ദിവസമാണ് നിങ്ങൾ കാണുന്നത്. പിറ്റേ ദിവസം ഞാനിത് ടെറസിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇത് ടെറസിൻ്റെ മുകളിലാണ് വെച്ചേ, കാരണം ഇവിടെയാണ് കുറച്ചും കൂടെ വെയിലുള്ളത്. എൻ്റെ പേപ്പറൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉണങ്ങുന്ന ഡ്രൈ ആവുന്ന വരെ. അയ്യോ, ഇതിങ്ങോട്ട് പോയി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മളല്ലേ കഴിക്കുന്നേ. ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വല്ല പൊടിയോ അങ്ങനെയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള വ്യൂ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുറച്ച് രമണിയുണ്ട് ഇവിടെ, പ്രകൃതി രമണിയാണ്, വേറെ ആരുമല്ല. അപ്പോൾ വയലിലാണ് വീട് വരുന്നത്. ഇവിടെ അത്യാവശ്യം സെറ്റാണ് കാണാനൊക്കെ. മുന്നിലൊരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടുന്ന് മാങ്ങ അവിടുന്ന് ഏകദേശം ഉണങ്ങി സെറ്റായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു പാൻ എടുക്കുക, നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. അതിലോട്ട് കുറച്ച് കുരുമുളക് ഇടുക. കുരുമുളകിൻ്റെ പൊടിയല്ല, കുരുമുളക് നോർമൽ കുരുമുളക് ഇടുക. പിന്നെ കുറച്ച് വലിയ ജീരകം, അതായത് നല്ല ജീരകം ആൻഡ് കറിയിലിടുന്ന ജീരകം രണ്ടും ഇല്ലേ, പെരിഞ്ജീരകം എന്ന് ഞങ്ങളിവിടെ പറയും മറ്റേ ജീരകത്തിന്, അത് രണ്ടും നമ്മൾ അതിലോട്ട് ഇടാം. പിന്നെ ശേഷം കുറച്ച് ഉലുവ ഇടണം കേട്ടോ. അതിൻ്റെ ഉലുവേൻ്റെ ഒരു ഫ്ലേവറും ഇതൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. എന്നിട്ട് ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് കടുകും കൂടി ഇടുക. അതിൽ ഒട്ടും ഒരുപാട് വേണ്ട, കൈപ്പടിക്കും ഉലുവയൊക്കെ കൂടി കഴിഞ്ഞാൽ കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് അതൊന്ന് ചൂടാക്കി. അതായത് ചൂടാക്കുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊടിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കുന്നത്. പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, എന്നിട്ട് ചൂടാക്കിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു മണം വരുമ്പോൾ ലാസ്റ്റ് ആ തുറമാങ്ങയുടെ സ്മെല്ലില്ലേ, അത് വേറെ ലെവലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും ഇത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ചൂടായതിന് ശേഷം അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതേ പാനിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൊടികൾ നമുക്ക് ഇടാനുണ്ട് ഇതിൽ. അതിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമ്മൾ കുറവല്ലേ എടുക്കാം മുളക് പൊടിയേക്കാളും, സെയിം അതുപോലെ തന്നെ കുറച്ച് കുറവെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഡബിൾ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല എരിവായിരിക്കും. അല്ലെങ്കിൽ കാശ്മീരി യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ തോന്നും. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ പൊടിച്ച പൊടിയില്ലേ, ഇപ്പം നമ്മൾ ചൂടാക്കിയ സാധനങ്ങളില്ലേ, ജീരകം, കടുക്, ഉലുവ, കുരുമുളക്, ആ പൊടിയും കൂടി ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതും കരിഞ്ഞു പോകരുത്. ഇത് കരിഞ്ഞു പോയാൽ ശരിക്കും ഫ്ലോപ്പാവും സംഭവം. കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കളർ ചെറുതായി ഒന്ന് മാറുമ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിന് കുറച്ച് കളർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് ഓൾറെഡി നമ്മൾ മാങ്ങയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും മസാലയിലും കൂടി ഉപ്പ് ഉണ്ടാകുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അങ്ങ് പിടിക്കുള്ളൂ. ഉപ്പ് ഇതിൽ മെയിനാണ്. ഉപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം കരിഞ്ഞു പോകരുത്. ഒത്തൊരു ചൂടിൽ നമുക്ക് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കളർ മാറുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ലൈറ്റ് കളർ എന്നൊരു ഡാർക്ക് കളറിലേക്ക് വന്നില്ലേ, അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിടാം. പിന്നെ നമ്മുടെ ഉണങ്ങിയ മാങ്ങ, ആക്ച്വലി എൻ്റെ മാങ്ങകളൊക്കെ വേർതിരിഞ്ഞു പോയി, നിങ്ങൾ കാണുന്നുണ്ടാവും. ഉണങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ സെപ്പറേറ്റ് ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഇത് നമുക്കൊരു നൂല് കൊണ്ടങ്ങനെ കെട്ടിയിടാം ആക്ച്വലി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുഴപ്പമില്ലാന്ന് വിചാരിച്ചത്. പിന്നെ നമുക്കറിയാലോ ഇതിൻ്റെയൊക്കെ പേര് ഏതാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ സൈഡിലും ഈ പൊടിയില്ലേ, നമ്മൾ ഈ ചെയ്ത പൊടി, അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാലയില്ലേ, ആ മസാല ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തു. കംപ്ലീറ്റ് എല്ലാ സൈഡിലും, മേലെ തൊലീൻ്റെ സൈഡ് പറ്റിയെങ്കിൽ അതും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രസമായിരിക്കും. മാങ്ങേൻ്റെ കളർ കണ്ടോ നിങ്ങൾ, ഏകദേശം ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തുറമാങ്ങ നമുക്ക് ചോറ് കഴിക്കാൻ ശരിക്കും ഈ തുറമാങ്ങ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരെല്ലാം കൂടി ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുള്ളു, അവളത് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. പിന്നെ സ്നേഹ, അഞ്ജന, നെച്ചു, പാച്ചി, പാത്ത്, ഇവരുടെ അടുത്തു നിന്നാണ് ഞാനിത് സംഭവം എന്താണെന്ന് അറിഞ്ഞത് ആക്ച്വലി. പിന്നെ നമ്മളെ ഗ്യാങ്ങിൻ്റെ തന്നെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. നമ്മൾ ലഞ്ചിൻ്റെ ടൈമിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പീസേ ചിലപ്പോൾ കൊണ്ടുവരുള്ളൂ, പക്ഷേ അതിന് ഭയങ്കര അടിയും പിടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ പേര് തന്നെ എടുത്തെടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലോട്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം മസാല നമ്മൾ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട്, കാണാനല്ല തിന്നാനും. അപ്പോൾ ഇതിങ്ങനെ പെയർ ചെയ്ത് വെക്കാം കേട്ടോ. അത് പെയർ എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒന്നിൻ്റെത് വലിയ കുഴപ്പമില്ല, മറ്റേത് എല്ലാം കൂടെ കൊളായിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എല്ലാത്തിലും ലാസ്റ്റ് സ്പൂണൊക്കെ അവിടെ ഇട്ട് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കെട്ടി വെക്കണം. ഓൾറെഡി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനൊരു പരമാവധി ശ്രമിച്ചിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് അത് ഞാൻ വീഡിയോയിലേക്ക് ഇട്ടിട്ടില്ല, അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാനത് രണ്ട് കൈയും എൻ്റെ ഏച്ചീൻ്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ടാണ് കെട്ടിയത്. അപ്പോൾ ഇത് ഞാൻ തന്നെ കെട്ടാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതൊന്നുമില്ല, അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ എൻ്റെ ആക്രാന്തം മൂലം നിങ്ങൾക്ക് സൈഡിലൊരു പീസ് കാണുന്നുണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയിൽ ഈ മസാല കുത്തി ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഭരണിയിലിട്ട് വെച്ചാൽ കുറേ കാലം നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റ്
സെറ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. വെറും ഇതും ചോറ് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. കണ്ടോ, ഞാനിത് 2 ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റായി നിങ്ങൾ കാണുന്നുണ്ടാവും. മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എല്ലാം ഇങ്ങനെ ചേർന്ന് വരിക, നല്ല സെറ്റായിട്ടുണ്ട്. എനിക്ക് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങും, പിന്നെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയിട്ട് തിന്നിട്ടുണ്ടെന്നല്ലാതെ വീട്ടിൽ ഇത്രയും സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കി സ്വയം ഞാൻ തന്നെ പൊക്കി പറയാൻ ആരും വിചാരിക്കേണ്ട, ഒടുക്കാത്ത ടേസ്റ്റാണ്. വെറും ചോറ് നമുക്കിത് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ തുറമാങ്ങ ലവേഴ്സ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.